എന്റെ അനന്തൂടെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി ആയിട്ടോ. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് എന്റെ അനന്തൂടെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി ആയിട്ടോ. ഞാൻ ആലോചിക്കാറുണ്ട് എത്ര വേഗമാണ് ഒരു വർഷം പോയെന്നുള്ളത്. ഇന്നലെ കഴിഞ്ഞ പോലെ ഉണ്ട്. സംഗീത്, തലേ ദിവസത്തെ പരിപാടി, കല്യാണം, മൊത്തത്തില് ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞൊരു ഫീൽ കേട്ടോ. പക്ഷെ ഒരു വർഷമായെന്ന് വിശ്വസിക്കാനേ പറ്റണില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഫസ്റ്റ് ആനിവേഴ്സറി സെലിബ്രേഷന് വേണ്ടി ഞങ്ങൾ 12 പേരും കൂടി ഗോവയിലാട്ടോ വന്നേക്കണേ. ഒരു ഒറ്റയടിക്കൊരു പ്ലാൻ ആയിരുന്നു, ഗോവയ്ക്ക് പോവാം, ഗോവയ്ക്ക് പോവാം. എല്ലാരും കൂടി റെഡിയായി നമ്മൾ പോകുന്നതാണ്. ഇപ്പൊ വന്നു കഴിഞ്ഞിട്ടില്ലേ ഒന്നും പറയണ്ട ഗൈസ്, കറക്റ്റ് സമയത്ത് ഗസ്റ്റ് ആയിട്ട് വരും എന്ന് പറയണ പോലെ തന്നെ പീരീഡ്സ് ആയി എന്നുള്ളതാണ്. തലവേന എടുത്ത് മേലുവേന എടുത്ത് കുറെ നേരം കിടന്നുറങ്ങിയിട്ട് ആ സൗണ്ട് ആണെങ്കിലും ശരിയായിട്ടില്ല. ഇപ്പൊ വൈകുന്നേരം നമ്മൾ എല്ലാരും കൂടി ഡ്രസ്സപ്പ് ചെയ്ത് പബ്ബിലേക്കൊക്കെ പോകാൻ വേണ്ടി പോവാണ്. ഒന്ന് ബ്ലാസ്റ്റ് ചെയ്യേണ്ട ആനിവേഴ്സറി ആയിട്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പബ്ബിലേക്ക് പോകാൻ വേണ്ടി പോവാ. എല്ലാരും അവിടെ ഇവിടെയൊക്കെ റെഡിക്കൊണ്ടിരിക്കണം കേട്ടോ. കണ്ടാ മേഘ അമ്മുന്റെ ഫ്രണ്ടാണ്. ഹായ് മേഘ. പിന്നെ നമ്മള് ഗേൾസ് മാത്രാട്ടോ ഇവിടെ ഈ റൂമിലുള്ളത്. അമ്മൂനെ കാണാനില്ല, അമ്മൂടെ നിപ്പുണ്ടായിരുന്നു കുറച്ചു നേരം മുന്നേ. അമ്മൂടെ ഇല്ല കേട്ടോ. നമ്മള് പെൺപിള്ളേർ 4 പേരും കൂടി ഈ ഒരു മുറിയിലാട്ടോ നിക്കണത്. അതുപോലെ ബോയ്സ് അവര് 8 പേരും കൂടി അപ്പുറത്താണ് നിക്കണേ. ഇതാണ് നമ്മുടെ ബാക്ക് സൈഡ് റൂമിന്റെ. ഫ്രണ്ട് സൈഡ് ഭയങ്കര രസാട്ടോ കാണാൻ. നോക്കിയാൽ കാണുന്ന നേരെ അവിടെ പൂൾ വ്യൂ ആട്ടോ. ഇവിടെ നിന്ന് ഒരു 3 റൂം അപ്പുറത്താട്ടോ നമ്മുടെ ബോയ്സിന്റെ മുറി. പിന്നെ ഇപ്പുറത്തും ഉണ്ട് ഒരു റൂം അവർക്ക് ബോയ്സിന്. പക്ഷെ എല്ലാം കൂടി അപ്പുറത്ത് കുറ്റിയടിച്ച് കിടക്കണ കണ്ട. കൊച്ചിറക്കനാട്ടാ ചുമന്ന ഷർട്ടിട്ട് കയറിപ്പോയത്. അപ്പൊ കണ്ട പൂൾ വ്യൂ ആണ്. എനിക്ക് പൂളിൽ ഇറങ്ങാൻ പറ്റിയില്ല കേട്ടോ. കാരണം ഇന്ന് ഞാൻ ചെല്ലാനായിട്ട് പ്രിപ്പയർ ആയപ്പോ തന്നെ അവരെല്ലാരും തിരിച്ചു പോകുന്ന 6 മണിക്ക് പൂളും ക്ലോസ് ചെയ്തു കേട്ടോ. അപ്പൊ നമ്മളെല്ലാരും കൂടി പുറത്തേക്ക് ബ്ലാസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാം. ബാക്കി എല്ലാരെയും കാണിച്ചൊക്കെ തരാമേ. ഞാൻ ശരിക്കും കൺഫ്യൂസ്ഡ് ആയിരുന്നു കേട്ടോ ഈ 2 ഡ്രസ്സിൽ ഏത് ഇടൂന്നുള്ളത്. കാരണം ഇതൊരു വെൽവെറ്റ് ഡ്രസ്സാണ്. അതുപോലെ ഇത് ബ്ലാക്ക് പോൾക്ക ഡോട്ട് ബാക്ക്ലെസ് ആയിട്ടുള്ള നമ്മുടെ പൂ വൈബൊക്കെ തരണ ഒരു ഡ്രസ്സാട്ടോ ഇത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഇടണില്ല. കാരണം ഇത്തിരി ഓവറാന്ന് തോന്നി. നമുക്ക് വല്ല ഇന്റർനാഷണൽ ട്രിപ്പ് പോകുമ്പോൾ ഇടാം. കാരണം ഇത് കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കണം എന്നിട്ട് ഇടാൻ നേരത്തെ എനിക്ക്. അതുപോലെ ഇന്ന് എനിക്ക് മതി മറന്ന് ആഘോഷിക്കേണ്ടതുകൊണ്ട് തന്നെ ഞാൻ ഈ വെൽവെറ്റ് ഡ്രസ്സാണ് ഇടുന്നത്. ബ്ലാക്ക് അനന്തും ബ്ലാക്ക് ആണ് ഇടുന്നത്. അപ്പൊ ഈ വെൽവെറ്റ് ഡ്രസ് ഇട്ടിട്ട് നമുക്ക് ഇന്ന് അടിപൊളിയായിട്ടൊന്ന് ഒരുങ്ങാം. അനന്തുവിനെ നോക്കിയേ, സുന്ദര ആടാ. താങ്ക് യു. നമ്മളില്ലേ വണ്ടി റെന്റിന് എടുത്തു കേട്ടോ. അത് കണ്ടോ 6 വണ്ടിയാണ് അനന്തു എടുത്തേക്കണം. 2 പേർക്ക് വെച്ചിട്ട് 6 വണ്ടി നമ്മൾ റെന്റിനെടുത്ത് നമ്മൾ പബ്ബിലേക്ക് പോകാൻ വേണ്ടി പോവാം. അപ്പൊ നമ്മള് കാർത്തിനെ കുറച്ചെന്നെ വെയിറ്റ് ചെയ്തിക്കോട്ടെ. അവരുടെ വണ്ടി പഞ്ചറായി പോയി. അപ്പൊ കൊച്ചിറക്കൻ അബിയും കൂടി വണ്ടി എടുത്തിട്ട് നേരെ കൊണ്ടുപോയിട്ട് വർക്ക്ഷോപ്പിൽ കൊടുക്കും. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് നമ്മൾ പബ്ബിൽ പോകും. അതാണ് പ്ലാൻ. റോഡിൽ നിൽക്കുവാട്ടോ. അമ്മും കണ്ണൻ ചേട്ടനും കൂടി അങ്ങോട്ട് കയറി ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. താങ്ക് യു. എല്ലായിടത്തും ഭയങ്കര സൗണ്ട് ആട്ടോ. പിന്നെ പറഞ്ഞിട്ടായിരുന്നു നമ്മള് ഷാക്ക് ഏരിയ മെയിൻ ഏരിയയിലോട്ടാ വന്നേക്കണേ. ഞാൻ ആദ്യമായിട്ടാട്ടോ ഗോവയ്ക്ക് വരണം. അപ്പൊ എന്തായാലും പോയി നോക്കാം ഗോവ എങ്ങനെയുണ്ടെന്ന് കണ്ടിട്ട് വരാം. ഗുഡ് മോർണിംഗ്. ഇന്നലെ ഇല്ലേ നമ്മള് വെഡിങ് ആനിവേഴ്സറി ആയിട്ട് നമ്മള് ബാഗ ബീച്ചിൽ ഒരു ഷാക്കിൽ പോയിട്ട് നല്ല രീതിയിൽ എൻജോയ് ചെയ്തട്ടോ. ഭയങ്കര സൗണ്ട് ആയിരുന്നു അവിടെ. ഭയങ്കര സൗണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ ഒരിടത്ത് ഒരു ഷാക്കിൽ ഒരു സോങ് ആണെങ്കിൽ ഇപ്പുറത്തെ ഷാക്കിൽ അതിനേക്കാളും സൗണ്ടിൽ വേറെ സോങ് കേട്ടോ. അപ്പൊ കുറെ നേരം ഞാൻ അവിടെ ഇരുന്ന് ചെന്നപ്പോ എനിക്ക് ചെറിയ തലവേദന ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അത് കഴിഞ്ഞിട്ട് തലവേദന അങ്ങോട്ട് കൂടിയിട്ടില്ല. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാത്ത അവസ്ഥയിൽ ഞാൻ ലാസ്റ്റ് പറഞ്ഞു അപ്പൊ പോകാന്നുള്ള രീതി പറഞ്ഞു. അങ്ങനെ പറയാത്ത ഒരാളാട്ടോ. ഞാനാണ് അവിടെ ഏറ്റവും കൂടുതൽ ചില്ല് ചെയ്യണ ആള്. പക്ഷെ എനിക്ക് ഇന്നലെ അത്രയും പറ്റാണ്ടായിപ്പോയി. അത് കഴിഞ്ഞൊരു ഹോട്ടലിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക്
എന്റെ കാര്യം മുഴുവൻ എനിക്ക് പാകിങ് നടക്കാൻ പറ്റാത്തൊരവസ്ഥയായിട്ടാ. ഇന്നലെ പീരീഡ്സും കൂടി ആയിട്ടും തലവേദന എല്ലാം കൂടി ഇല്ല, ഭയങ്കര ഒരു അവസ്ഥയായിരുന്നു. കാർത്തികനെ പിടിച്ചോണ്ടാണ് ഇവിടെ കൊണ്ടുവന്നത്. അനന്തു പാവം വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നേരെ വേഗം എന്റെ അടുത്തോട്ട് വന്ന് കുറച്ചു നേരം എന്റെ അടുത്ത് ഇരുന്ന്. ഞാൻ വന്നപ്പോ തന്നെ ഛർദ്ദിച്ചു, നല്ല രീതിയിൽ ഛർദ്ദിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ആ തലവേദനയ്ക്ക് ഒരു ആശ്വാസം ആയിട്ടാ. മൈഗ്രീന്റെ ആണോ എനിക്കൊന്നും മനസ്സിലായി. പക്ഷെ മൈഗ്രീൻ ഒന്നും ഇല്ലാത്ത ഒരാളാണ്. പക്ഷെ ഇന്നലത്തെ തലവേദന എന്ന് പറഞ്ഞാൽ ദീപയുടെ ഇങ്ങനെ എനിക്ക് തലവേദന എടുക്കണ്ടായിരുന്നു. ഛർദ്ദിച്ചാൽ കഴിഞ്ഞപ്പോഴത്തേക്കും ഇത്തിരി ആശ്വാസം കിട്ടി. അത് കഴിഞ്ഞ് ആ ഒരു ഡോളവും കഴിച്ച് കിടന്നുറങ്ങിയിട്ടില്ല, ഇപ്പോഴാട്ടോ എണീക്കണം. സീരിയസ്ലി എനിക്ക് ഭയങ്കര രീതിക്ക് എൻജോയ് ചെയ്യണമെന്നുണ്ടായിരുന്ന ഒരു ദിവസമാണ് ഇന്നലെ. എൻജോയ് ചെയ്തെങ്കിൽ കൂടിയില്ലേ എനിക്ക് ഫുൾ മനസ്സിങ്ങനെ ഇതാക്കി വെച്ചിട്ട് അങ്ങനെ ഒന്നും ആക്കാൻ പറ്റിയില്ല. പക്ഷെ ഇന്നലെ വന്നിട്ട് അവര് കേക്ക് ഒക്കെ മേടിച്ചു തന്നു, നമ്മള് ക്യാൻഡിലൊക്കെ കത്തിച്ച് നമ്മൾ അതൊക്കെ എൻജോയ് ചെയ്തു. അതിനകത്ത് എനിക്ക് ഫ്ലവർ തന്നു. അങ്ങനെ ഒരു ഫീൽ ഗുഡ് ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ ഇന്നലെ, ഇത് ഒഴിച്ചാൽ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നമ്മൾ എണീറ്റിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള പരിപാടിക്ക് വേണ്ടി പോവാണ്. ഞാൻ ആരെയും കണ്ടിട്ടില്ല കേട്ടോ. ഞങ്ങൾ പെൺപിള്ളേരുടെ മുറിയിലായിരുന്നു. നേരെ ചെല്ലട്ടെ, എല്ലാരും എന്തെടുക്കണേന്നൊക്കെ നോക്കട്ടെ. ഞാൻ പറഞ്ഞില്ലേ റൂം നല്ല ഭംഗിയാന്നുള്ളത് കണ്ടോ. ഇതാ നിക്കണ അമ്മു കേട്ടോ. അമ്മ ഇപ്പൊ ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് പോയതാ. അതാണ് നമ്മുടെ ബോയ്സിന്റെ മുറി കേട്ടോ. അവിടെ ഇത് കണ്ടോ, വ്യൂ കണ്ടോ, നല്ല രസമാണ്. ഇവിടെ പൂളാണ്, നല്ലൊരു ആംബിയൻസ് ഉണ്ട് കേട്ടോ. മോർണിംഗ്. ഇന്നലെ നിന്നെ മാത്രം കാണിക്കാൻ പറ്റുള്ളൂ, ബാക്കി എല്ലാരും അവിടെ ചെന്നപ്പോ സൗണ്ട് ആയി പോയി. ചെല്ലട്ടേട്ടാ അപ്പുറത്തോട്ട്. ഷെട്ട് ഗുഡ് മോർണിംഗ്. എനിക്ക് ഈ കിടക്കണാണ് കൊച്ചിയർക്കൻ കണ്ടാ. കൊച്ചിയർക്ക ഓക്കെ, ഗുഡ് മോർണിംഗ്. വന്നില്ലേടാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ? കഴിക്കാൻ പറ്റുള്ള പാവങ്ങള്. അനന്തും അതേട്ടാ ഉറങ്ങിക്കോട്ടെ. ഗൈസ് ദേ 2 പൂക്കികളെയും കൂടി കിട്ടിയിട്ടുണ്ട് കണ്ടാ. ചേട്ടാ എന്റെ കരളിന്റെ വാതിൽ തുറക്കാതെ. ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് അടിക്കാൻ വേണ്ടി ഏതോ ഒരു മലയാളി കടയിൽ പോവാട്ടോ. ആലോചിച്ച് നോക്ക്, നമുക്ക് മലയാളി ഫുഡ് ദോശയോ അല്ലെങ്കിൽ പൂരി മസാലയോ എന്തെങ്കിലും കഴിക്കാട്ടോ. അപ്പൊ നമ്മൾ ഫുഡ് അടിക്കാൻ പോട്ടെ. കാർത്തി വർഷം കൂടെ അടുത്ത വണ്ടി കൈതൊട്ട് പണി കിട്ടി. ഞാനില്ലേ ഇന്നലെ കണ്ട് ഇവരിങ്ങനെ വന്നതുല്ലേ, വണ്ടിയെ കൂടി പൊടി പറന്ന് ടക്ക് ഇങ്ങനെ നിന്ന് വണ്ടി. ഞാൻ ആദ്യമായിട്ട് നല്ല പഞ്ചറാവണം ഇവരുടെ വണ്ടി കണ്ടപ്പോഴാണ്. ഞങ്ങള് വണ്ടിക്കാട്ടോ എല്ലാരും കൂടി ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം. അത് ഇവിടെ നിന്ന് തന്നെ ഹോട്ടലിൽ നിന്ന് തന്നെ നമുക്ക് തരും, സ്കൂട്ടർ റെന്റലാട്ടോ. അപ്പൊ അങ്ങനെ പോവാ നമ്മള് മലയാളി കടയിൽ പോയി ഭക്ഷണം കഴിക്കും. ഇന്ന് ദാസേട്ടൻ കോഴിക്കോടിന്റെ വണ്ടിയിലാണ് പോകുന്നത് കണ്ടോ. ഇന്നലെ പോലെ ഉടുപ്പാണത്. ദാസിന് ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ അറിയാം, അതുകൊണ്ട് ഞാൻ ഉറപ്പിക്കേറിയിരിക്കണാണ്. ലോക്കൽ ബസ് കൊള്ളാല്ലേ, നല്ല സൗണ്ടാണ്. നമ്മുടെ അവിടെ ഇപ്പൊ ചുവപ്പും പച്ചയും നീലുന്നുണ്ട്, വെള്ളം നല്ല കളർ. ഞാനില്ലേ പൂരിയും അതുപോലെ തന്നെ കുറച്ച് പാസ്തയും അതിന്റെ പൊക്കത്ത് കൂടി ഞാൻ ഉരുളക്കിഴങ്ങ് കറിയായിട്ട് എടുത്തേക്കണേ. നല്ല രസമുണ്ട്. പ്ലേറ്റ് കാണിച്ചു ഓക്കെ. പാസ്തയുടെ പൊക്കത്ത് കൂടി എനിക്ക് ഉരുളക്കിഴങ്ങ് കറി. സെയിം പാടാണത്. നിനക്ക് സിബ്ലിങ്സ് ഇല്ലാത്തോണ്ട് അറിയില്ല സ്വഭാവം നിന്റെ. മേഘ അതെ ഞങ്ങളുടെ പോലെ തന്നെ. പൂരിയും പാസ്തയും ഉരുളക്കിഴങ്ങ് കറി. ബീൻസ് അമ്മൂത് പാസ്ത എന്ന് മനസ്സിലായില്ല. നീ കാണിച്ചോണ്ടിരിക്കുന്ന പ്ലിച്ചോ സാധനം ഞാൻ മേടിച്ചായിരുന്നു. കാണിച്ചേ ചേട്ടാ, പ്ലിച്ചോ കണ്ടാ ജമ്മൻ. എന്റെ പ്ലിച്ചോ സാധനം എങ്ങനെയുണ്ട്? കൊള്ളാല്ലേ? ഇത് മേടിച്ചില്ലെങ്കിൽ എന്റെ സ്ട്രെസ് മുഴുവൻ ഞാൻ എന്തിന്റെ അടുത്തായിരിക്കും തീർക്കണം. വേണ്ട പിന്നെ ഫ്രിഡ്ജ് മാഗ്നറ്റ് മേടിച്ച് കാണിച്ചേ. ഓ ഞാർത്ത് കോല് വെച്ച് ഗ്ലാസ്സിന് അടിക്കാൻ പോണേ ചേച്ചി. കാരണം ഞാൻ 2 ഫ്രിഡ്ജ് മാഗ്നറ്റ് മേടിച്ചു. ഞങ്ങള് 90 സിനിമ കാണാൻ വേണ്ടി പോട്ടെ. ഇവിടെ പോയിട്ടുണ്ട് കൂടി. അത് പറ്റിയതല്ലേ? 90 സിനിമ കാണാൻ വേണ്ടി നമ്മൾ അകത്തോട്ട് പോവാണ് ഗൈസ്. ചേട്ടന്റെ പൊന്നോ, നടുവരെ തലച്ചോറ് വരെ ഇറങ്ങി അവിടെ 90 സിനിമ നടക്കണേന്ന്. മര്യാദക്ക് ഗോകാട്ടിനെല്ലാം കയറിയായിരുന്നു. വീണ്ടും ഞാൻ ദാസിനെ വിശ്വസിച്ച് ദാസിന്റെ വണ്ടിയിൽ കയറിയിരിക്കുകയാണ്.
Alle das? Das und da? നിങ്ങൾക്ക് ലേഡീസ് ഫാൻസ് അറിഞ്ഞ കാർത്തിയുടെ ഡ്രോണിന് ഞാൻ കമ്പനി കൊടുക്കാൻ പോണത്. എടാ എനിക്ക് നീ കുറച്ച് കഴിയുമ്പോൾ എനിക്ക് തരണോ തെങ്ങിന്റെ പൊക്കത്തിലേക്ക് ലാൻഡ് ചെയ്യിക്കണം, അതാണ് എന്റെ ആഗ്രഹം. നടക്കോ? തെങ്ങിന്റെ പൊക്കത്തിൽ ലാൻഡ് ചെയ്യണോ? ഓ നമ്മൾ ഇതിൽ കൂടി ഗോവ കാണാൻ പോവാട്ടോ. ഇത്ര നേരം നമ്മള് റിസോർട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ, ഗോവ കാണണം ഇനി ഒന്ന്. ഗോവ എന്ന് പറഞ്ഞിട്ട് ബീച്ചില്ല ഗൈസ്, ദാസ് നമ്മളെ കടമക്കുടി കൊണ്ടൊന്ന് പറ്റിച്ചത്. ബീച്ച് തപ്പണേണ് ഗൈസ്. ഓ കണ്ടോ പാടോ പാടമൊക്കെ ഉണ്ട് കേട്ടോ. ബീച്ച് ഒരു അറ്റത്താന്ന് പറഞ്ഞടാ. പക്ഷെ ഇന്നലെ നമ്മളധികം പോയില്ലല്ലോ കാർത്തി. അവിടെ ബീച്ച് ബീച്ച്. ഓ കണ്ട് ഞാൻ ബീച്ച്. നമ്മള് ഡ്രസ്സൊക്കെ മാറിയില്ലേ, എല്ലാരും കൂടി ഗോവയിൽ ഏതൊരു സ്ഥലം കാണാൻ വേണ്ടി പോവാട്ടോ. ഇന്ന് പ്ലാനൊക്കെ ഉണ്ടായിരുന്നു പോവാൻ വേണ്ടിട്ട്. ദാസിന്റെ പാക്കേജിൽ എന്തോ സെറ്റ് ചെയ്തിട്ടുണ്ട്. പാവം ദാസ് നമ്മുടെ കൂടെ കറങ്ങാൻ വന്നതാട്ടോ. അത് നമ്മളൊക്കെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത പോലെ ഇപ്പൊ ഞങ്ങൾക്ക് ബിരിയാണി മേടിച്ചുകൊണ്ട് തരും, ഞങ്ങൾ അവിടെ ഇവിടെ കൊണ്ടുപോകും. ദാസ് മുത്താണ്. അപ്പൊ ദേ നമ്മള് എന്തോ ഫോർട്ട് കാണാൻ വേണ്ടി പോവാന്നാട്ടോ പറഞ്ഞ. അല്ലേ നമ്മള് ഫോർട്ടിൽ പോവല്ലേ? ചപ്പോറേ എന്ത് ഫോട്ടോ നമുക്ക് ചെല്ലുമ്പോ അറിയാട്ടോ. അതെ അപ്പൊ പോട്ടെ. കണ്ട എന്റെ ആക്റ്റീവ് അല്ലാത്ത കെട്ടിയോൻ കാർത്തിയുടെ ബ്ലോഗിൽ പോയിട്ട് അലമ്പണ കണ്ട. ഇതാണ് ഇപ്പത്തെ എപ്പോഴത്തെയും പരിപാടി. എടാ ഞാനല്ല പറയണേ, കാണുന്നവരെ പറയണ എന്റെ ആക്റ്റീവ് അല്ല. ഞാൻ നോക്കുമ്പോ നിന്റെ അല്ല ബ്ലോഗിൽ ഒന്ന് അലമ്പടയും കാണാം. അല്ല കേട്ടോ. നമ്മള് ചെപ്പോറ ഫോർട്ട്, അങ്ങനത്തെ ചെപ്പോറ ഫോർട്ട് കാണാൻ വേണ്ടി പോട്ടോ. ഞാനാണ് നീ മഞ്ഞ എന്റെ വെസ്പേനെ സ്മരിക്കുന്ന ഒരു ഫാസിനോ ഓടിക്കാൻ പോണത്. എന്റെ കെട്ടിയോനാണ് പുറകിരിക്കാൻ പോണത്. ഹേ കെട്ടിയോൻ ഗെറ്റ് ഇൻ. അവിടെ ജോമോനും ദാസ് കണ്ട. റെഡി റെഡി ബേ റെഡി റെഡി. അവിടെ സിംഗിളായിട്ടോ ഒക്കെ കൂട്ടുണ്ടായി. ദാസ് എവിടെയോ നമ്മളെ കൊണ്ടുപോകണം ഗൈസ്. ചാപ്ര ഫോർട്ടിൽ പോണെന്നൊക്കെ പറഞ്ഞിട്ട് എവിടെയോ കൊണ്ടുപോകണ്ട് ദാസ്. നമ്മള് വിശ്വസിച്ച് പോകണ്ട, പ്രൈവറ്റ് പ്ലേസ് ഒക്കെയാന്ന് പറഞ്ഞ് മല കയറ്റാൻ കൊണ്ടുപോണേന്നു. അപ്പൊ ചത്താടാ ചത്താടാ നീ. ദാസിനെ വിശ്വസിക്കാമോ? ദാസിനെ വിശ്വസിക്കാം. ക്വസ്റ്റ്യൻ മാർക്ക്. എവിടേക്ക് കൊണ്ടുപോണ? ചപ്പോറ ഫോട്ടോ. ഓക്കെ. ഈ പശുവും കാളയൊക്കെ സീനായിട്ട് ഇവിടുത്തെ. ഓ ടൈം നെയ് ഭയ്യ. എന്റെ അമ്മേ എന്തോ നമുക്ക് ഓർക്കണ്ടടാ. സീനായിട്ടായത് നിറച്ചു പാടി 120 സ്റ്റെപ്പ് ഉണ്ടെന്നാട്ടോ പറഞ്ഞ. നോക്കട്ടെ. ഹലോ ഹലോ ഹായ്. എന്റെ അമ്മേ ഉപ്പാടിളകും കഴിച്ച് നടന്ന്. അമ്മു കമോൺ കമോൺ വർഷ. മാറിപ്പോയി. മേഘ ഈ വർഷ അമ്മൂനെ പൂക്കിനെ ഒരുമിച്ച് കൊണ്ടട്ടെ. അത് പറ്റിപ്പോയ. പുറകില് കിടലം വ്യൂ ആട്ടോ. അടിപൊളി വ്യൂ. ഏറ്റവും നല്ല സൺസെറ്റ് ആയിരിക്കും നമ്മൾ കാണാൻ പോണം. വേഞ്ചരട്ടെ. കിടിലം വ്യൂ ആട്ടോ ഇവിടെ നിന്ന് കിട്ടണത്. ഓ എന്ത് രസം നോക്കി കാണാനായിട്ട്. കുറച്ചുകൂടി കഴിയുമ്പോ പൊളിയാവും. ഇവിടെ ഇരിക്കുമ്പോ കാണണ കേട്ടോ. അവിടെ കണ്ട ആരോ പാരാസെയിലി ഉണ്ട് കണ്ട. ഓ ക്ലിയർ ആയിട്ട് കാണാം ഈ കൂടി കണ്ട. അവരവരുടെ ലൈഫ് എൻജോയ് ചെയ്യണമെന്ന് ആലോചിക്കുമ്പോ സന്തോഷം. ഒക്കെ സൂര്യന്റെ ശരിക്കും മാഞ്ഞോണ്ടിരിക്കണട്ടാ.
ചെറിയൊരു പൊട്ടായി. നമ്മളിവിടെ ഇങ്ങനെ ഇരുന്ന് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നേ സൺസെറ്റ്. ആ ഒരു റെഡിഷ് കളർ പോയി, സൂര്യൻ പോയി തുടങ്ങി. മാഞ്ഞ്, ശരിക്കും മാഞ്ഞ്. കാരണമില്ലേ, ഒരു ഫോഗി എഫക്റ്റ് ആയിട്ട് ഇവിടെയൊക്കെ ഒരു മഞ്ഞിന്റെ ഒരു ഫീൽ ഉണ്ട്, തണുത്ത കാറ്റുണ്ട്. വേണ്ടാ, നമ്മൾ ഈ ഇതും ചാടിയാട്ട വന്നത്. കഷ്ടപ്പെട്ട് സക്സസ്ഫുൾ. ദിസ് ഈസ് മൈ നോട്ട് എ ഗ്യാങ് ബുഷ്. എന്റെ ഷർട്ട്, എന്റെ ബാഗ് ചുമക്കണമൊക്കെ. ഞാൻ ബാഗ് കൊണ്ട് കഷ്ടപ്പെട്ടാണ്ടപ്പത്തിനാണ് ചോദിച്ച് ചുമക്കണം അല്ലേ. എന്റെ അറിയാം, ഞാൻ ഓരോ സൈനൊക്കെ കാണിക്കാൻ നേരത്ത് അത് കണ്ട ചുമക്കണം. ഞാൻ ഈ ജാക്കറ്റ് മാറ്റിയപ്പോ ഞങ്ങൾ സെയിം ആയിട്ടത് കണ്ടോ. സെയിം ടു മൈ ഡിഫറെന്റ്. നോ മണി നോ ഹണി. ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോഴത്തേക്കും കുറെ പേര് താഴേക്ക് ഇറങ്ങി വന്നവര് പറഞ്ഞ ക്ലോസ്ഡ് ആണെന്ന് കേട്ടോ. പക്ഷെ അവർക്ക് അറിയില്ലല്ലോ നമ്മൾ ഊട് വഴി കയറാൻ പോയതാണെന്ന്. നമ്മുടെ കൂടെ ആരും ഉള്ളത് ഗ്രേറ്റ്. അപ്പൊ നമ്മള് വേറെ സ്പോട്ടിൽ പോയി കിട്ടില്ല സൺസെറ്റ് കണ്ട് താഴത്തേക്ക് ഇറങ്ങി വന്നിട്ടോ. സീരിയസ്ലി കയറാൻ ഭയങ്കര ബുദ്ധിമുട്ട്, ഇറങ്ങി ഒരു സുഖമാണ്. അപ്പൊ അതേ ഞങ്ങൾ കണ്ടു, കണ്ണൻ ചേട്ടനും അമ്മ എല്ലാരും എന്തോ മേടിക്കാനായിട്ട് നിൽക്കണം. ഞങ്ങളും പോയി എന്തെങ്കിലും മേടിച്ച് തിന്നട്ടെ. എനിക്ക് നല്ല ഭംഗിയുള്ള കുറച്ച് കല്ലുകൾ ഇവിടെ നിന്ന് കിട്ടിയിട്ടോ. എന്ത് രസാന്ന് പറയാ കാണാനായിട്ട്. ഒരു ഷേപ്പ് ഒക്കെ ഇല്ല, ഭയങ്കര മിനുസപ്പെടുത്തി എടുത്ത പോലത്തെ. അപ്പൊ നമ്മളില്ലേ ബീച്ചിന്റെ സൈഡിൽ കൂടി നടക്കുവാട്ടോ. അഞ്ജുന ബീച്ചാണ്. അഞ്ജുന ബീച്ചിന്റെ സൈഡിൽ കൂടി നമ്മളിങ്ങനെ കാഴ്ചകളും കണ്ട് പാട്ടൊക്കെ കേട്ട് നടക്കുക. നമ്മൾ ഈ ബീച്ചിൽ കൂടി നടന്ന് 1 കിലോമീറ്റർ അപ്പുറത്ത് പാർട്ടി ഉണ്ടെന്ന് പറഞ്ഞ് പോയി. പക്ഷേ അവിടെ പാർട്ടി കൊടുക്കത്തെ റേറ്റ് ഗൈസ് 3000 രൂപ സ്റ്റാഗ് എൻട്രി, 3500 റെഡീമബിൾ അല്ലട്ടോ. അപ്പൊ നമുക്കത് വേർത്തിച്ചെല്ലാം തോന്നിയിട്ട് നമ്മൾ ഇവിടെ ഒരു ലില്ലിപ്പൂട്ട് എന്ന് പറയുന്ന ഒരു ഷാക്കിൽ വന്നിട്ട് എല്ലാരും കൂടി വൈബ് അടിക്കുവാണ്. പക്ഷെ കൊള്ളാട്ടെ ഗൈസ്, സീരിയസ്ലി. ഗോവ, ചിൽ വെതർ, ചിൽ ബിയർ, നൈസ്. നമ്മളങ്ങനെ ഫുഡ് അടിയും ബഹളവും എല്ലാം കഴിഞ്ഞിട്ട് നമ്മളിവിടെ ഒരു സ്ട്രീറ്റ് കണ്ടപ്പോഴത്തേക്കും ഔട്ട്ഫിറ്റ് നോക്കാൻ വേണ്ടി വന്നതാട്ടോ. 2000, 3000 ഒക്കെ റേറ്റ് വേണ്ട. ഈ ഐറ്റത്തിന്റെ റേറ്റ് വന്നിട്ട് 2000 റുപ്പീസ്. കാരണം ഒരു 500 രൂപ, 600 രൂപ, 1000 രൂപ വരെയൊക്കെ ഓക്കെ. ഇത് 2000 രൂപയൊക്കെ ഇത്തിരി സീന. ഈ ഒരു കോട്ട് സെറ്റിന്റെ റേറ്റ് ചോദിച്ചപ്പോഴത്തേക്കും ജസ്റ്റ് 850. ഇത്രയൊക്കെ റേറ്റ്, സാധാരണ റേറ്റ് കേട്ടോ ഗൈസ്. ഞാൻ എന്തൊക്കെയോ മേടിച്ചു കേട്ടോ. 3500 രൂപ ബില്ലും കൊടുത്തിട്ട് ഞാൻ ഇറങ്ങിയത്. കാരണം വേറെ പോലെ 2 ഉടുപ്പ് എടുത്തു 950 രൂപ വെച്ചിട്ട് എനിക്കും എന്റെ ഫ്രണ്ടിനും എടുത്തു. പിന്നെ ഒരു 1800 രൂപയും കൊടുത്തിട്ട് ഒരു ഉടുപ്പ് എടുത്തു കേട്ടോ. ഇത്ര സാധനങ്ങൾ ഇവിടെ നിന്ന് എടുത്ത്. സീരിയസ്ലി ഗൈസ് എന്നെ അറത്തു. പിന്നെ ഞാൻ പോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. കാരണം അവരുടെ സമയമാണ്, എന്തെങ്കിലുമൊക്കെ അവർക്ക് കിട്ടട്ടെ എന്ന് വിചാരിച്ച് ഞാൻ 3700 രൂപയും കൊടുത്തിട്ടാണ് വന്നത്. സങ്കടമുണ്ട് എനിക്കാ. നമ്മളങ്ങനെ സകലമാന കറക്കങ്ങളും കഴിഞ്ഞിട്ട് തിരിച്ച് റൂമിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അമ്മു വന്നപ്പോ തന്നെ കണ്ട ഗുഡ് ഗേൾ ആയിട്ട് ഡ്രസ്സൊക്കെ മാറി. ഇത് എപ്പോഴും അങ്ങനെ തന്നെ കേട്ടോ. വന്ന് ഫ്രഷ് ആയിട്ട് ഇരിപ്പുണ്ട്. ഞാനും മേഘയും കൂടി ഇപ്പൊ കയറി വന്നേളല്ലേ. ഞങ്ങളൊന്ന് കറങ്ങി തിരിഞ്ഞിട്ടൊക്കെ ഇപ്പൊ വന്നേള കേട്ടോ. അപ്പൊ എനിക്കും മേഘയ്ക്കൊക്കെ ഡ്രസ്സൊക്കെ മാറിയിട്ട് നമ്മുടെ കുട്ടി ദേവാംഗങ്ങളുടെ അടുത്തോട്ട് പോകണം. അവിടെ പോയിട്ട് ബാക്കി ചില്ലിങ്ങും പരിപാടികളൊക്കെ അവിടെ കേട്ടോ. അവരുടെ മുറിയിലാണ്. ആ റൂമാണ് നമ്മുടെ ഗെറ്റ് ടുഗദർ റൂം. എല്ലാരും കൂടി അവിടെ ചെന്ന് ജോയിൻ ചെയ്ത് ഫുഡ് അടിയും ബഹളവും കാര്യങ്ങളും. ഡ്രസ്സ് മാറിയിട്ട് വേഗം ചെയ്തിട്ട്, അല്ലെങ്കിൽ ഫുഡിന്റെ ഒരു പൊടി പോലും അവിടെ ഉണ്ടാകത്തില്ല അല്ലേ. നല്ല കിടിലം പൊറോട്ടയും ബീഫൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം നേരെ പോയി മേക്കപ്പ് ഒക്കെ കളഞ്ഞ് ഡ്രസ്സൊക്കെ മാറി ഫ്രഷ് ആവട്ടെ. ഇന്നലത്തെ ബ്ലാസ്റ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഒരു സമയമായിട്ടോ നമ്മൾ എണീറ്റപ്പോഴത്തേക്കും ശരിക്കും വൈകി. പ്രത്യേകിച്ച് ഇന്ന് ഒരു പ്ലാൻസും ഇല്ല. നമുക്കിന്ന് പൂളിൽ ഇറങ്ങാൻ, റിസോർട്ടിൽ നിന്ന് കുറച്ച് എക്സ്പ്ലോർ ചെയ്യുക, അത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ. വേറെ ഒരു പരിപാടിയില്ല. ചിലപ്പോൾ ഒന്ന് വൈകുന്നേരം ബീച്ചിൽ പോകുമായിരിക്കും. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ പരിപാടികൾ. വേറെ ഒന്നുമില്ല പ്രത്യേകിച്ച്. ഇവിടെ നമ്മൾ വന്നത് അതേടെ പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ലാണ്ട്, പാക്കേജ് ഒന്നും ഇല്ലാണ്ട്, ഒരു കാര്യങ്ങളും ഇല്ലാണ്ട് നമ്മൾ വന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം ഇവിടെ വരിക, ഇവിടെ നിന്നുള്ള റാൻഡം പ്ലാൻ എൻജോയ് ചെയ്യുക, ഇതൊക്കെ തന്നെയാട്ടോ നമ്മളുടെ പ്ലാൻ എന്ന് പറയുന്നത്. വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പോൾ ഈ ഒരു കുട്ടി വ്ളോഗാണ്, ഭയങ്കര കുട്ടി വ്ളോഗാണ്. എനിക്കറിയാം പ്രത്യേകിച്ച് കണ്ടന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്തതാണ്. അടുത്ത ഒരു വ്ളോഗ് അടിപൊളി വ്ളോഗായിട്ട് വരും. ഇപ്പോൾ നമ്മൾ വെഡിങ് ആനിവേഴ്സറി നമ്മുടെ കുറച്ച് ക്ലോസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ ആഘോഷിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.